പല സ്റ്റേറ്റിലും എനിമീസ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ നാഷണൽ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് കയറി നടത്തും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. അത് നാണമുണ്ട്. 26 പാർട്ടീസ് ഒരുമിച്ച് നിന്ന് കൈയും പൊക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് എഗൻസ്റ്റ് ആയിട്ട്. അപ്പോൾ ആ മനുഷ്യൻ എത്ര പവർഫുൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി. സുരേഷ് ഗോപിനെ ഇൻസൾട്ട് ചെയ്തു, മോഹൻലാലിനെ ഇൻസൾട്ട് ചെയ്തു. ഇനി ആരെ ഇൻസൾട്ട് ചെയ്യാറുള്ളത്? എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആരായി അധികാരം തന്നില്ല? നല്ല പ്രവൃത്തി ചെയ്യുമോ? അപ്പം ഞാൻ നിങ്ങളെ സുമാരട്ടാന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ സുമാരൻ നായരെന്ന് തന്നെ വിളിക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ? ഞാൻ അറിഞ്ഞത് മൂപ്പർ തന്നെയാണ് ഓഫീസ് പൂട്ടുന്നതും തുറക്കുന്നതും. അത്രയും പോലും വിശ്വാസമില്ല ആ ചെയർ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ സമുദായ നേതാവായിട്ട് വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അവിടെ വന്നപ്പോൾ അവിടെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ അഹങ്കാരമല്ലേ? ഡിഗ്രി യൂസ് ചെയ്തു തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഞാൻ പറയില്ല. വേണ്ടേ ഇല്ലെങ്കിലെന്ന് പറയായിരുന്നല്ലോ. നിഷേധിക്കാലോ? ഇല്ല, ഞാനത് ചെയ്തില്ല. പല കഥകളും വരുന്നുണ്ട്. ഇനിയില്ലെങ്കിൽ കഥ എഴുതിയിട്ട് വേറൊരു കൊടുക്കാം, അതും ചെയ്യാൻ തയ്യാറാണ്. മടി ഒരു സിനിമാക്കാരനും രാഷ്ട്രീയക്കാരനും പട്ടാളക്കാരനും ഒക്കെ പറ്റിയൊരു മടി പിടിക്കുന്ന തോന്നലൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എഴുതാൻ എനിക്ക് ഡയറക്ഷൻ അറിയില്ലടോ, മതിയല്ലോ. ഞാൻ അവാർഡ് വാങ്ങിച്ചൊക്കെ ഇവരൊക്കെ തന്നെയായിരുന്നു ആ പടങ്ങളൊക്കെ അവാർഡ് ഇത് ഡയറക്റ്റ് ചെയ്തത്. മലയാള സിനിമയിലെ ഗോസ്റ്റ് ഡയറക്ഷൻ ഒരു വലിയ ചർച്ചയായിരിക്കുകയാണ്. അതായത് പിക്കറ്റ് 43 ഭയങ്കര വിവാദമായി നിൽക്കുകയാണ്. ഇപ്പം സംവിധാനത്തെ കുറിച്ചാണ് ചർച്ച. അതിലെങ്ങനെ കാണുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ആ വ്യക്തിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം അത് എനിക്ക് ചില കോളുകൾ വന്നിട്ട് സാറെന്തിനാ ഇതുപോലുള്ള ആൾക്കൊക്കെ മറുപടി കൊടുക്കുന്നത്? അവർ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ടോപ്പിക്ക് ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ബിക്കോസ് എനിക്ക് ഡയറക്ഷൻ അറിയില്ലടോ, മതിയല്ലോ. ഞാൻ അവാർഡ് വാങ്ങിച്ചൊക്കെ ഇവരൊക്കെ തന്നെയായിരുന്നു ആ പടങ്ങളൊക്കെ അവാർഡ് ഇത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ഇതേ ഉള്ളൂ. അപ്പം അതല്ല പറയും. ഞാൻ പറയുമ്പോൾ യുവന്മാരൊക്കെയാണ് പിന്നെയും വന്നിട്ട് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റും. ഞാനതില്ല, ഞാൻ ഇതാണ് അതാണ് വിട്ടേക്കുന്നത്. രാജ്യസുരക്ഷയിൽ ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്താ? നമുക്ക് വെൽ വിത്തിൻ ദ കൺട്രി വി ഗോട്ട് ലോട്ട് ഓഫ് എനിമീസ്. രാഷ്ട്രീയപരമായിട്ട് മോദീനെ തകർത്ത് താഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രസ്ട്രേറ്റഡ് ഒപ്പോസിഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് കണ്ടിട്ടുണ്ടോ? പല സ്റ്റേറ്റിലും എനിമീസ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ നാഷണൽ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് കയറി നടത്തും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. അത് സ്വാഭാവികമല്ലേ? രാഷ്ട്രീയപരമായി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ. സംഭവിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടും ഓപ്പോസിഷനാണ്. നിങ്ങളിങ്ങനെ സെൻട്രലിലേക്ക് നിർത്തുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് സംസാരിക്കും. ദാറ്റ് മീൻസ് വേർ ഇസ് യുവർ എത്തിക്സ് ഗോൺ? നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ചില സ്റ്റാൻഡില്ലേ? കോൺഗ്രസിന് സ്റ്റാൻഡുണ്ട്, കമ്മ്യൂണിസ്റ്റിന് സ്റ്റാൻഡുണ്ട്. ഇവിടെ നിങ്ങൾ രണ്ട് എനിമീസാണ്. അപ്പോൾ അത് അസംബ്ലിയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ആൾക്കാർ എങ്ങനെ വളരെ ചെക്ക് പോസ്റ്റാണ് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരുമിച്ചിട്ടാണെന്നുള്ളത്. അത് നാണമുണ്ട്. 26 പാർട്ടീസ് ഒരുമിച്ച് നിന്ന് കൈയും പൊക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് എഗൻസ്റ്റ് ആയിട്ട്. അപ്പോൾ ആ മനുഷ്യൻ എത്ര പവർഫുൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായില്ലേ? ഇത്ര പാർട്ടീസ്, ലോകത്തുള്ള എല്ലാ പാർട്ടീസും ഒരുമിച്ച് നിന്നിട്ടും ഒരു മനുഷ്യനെ താഴത്തേക്ക് വീഴ്ത്താൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് വാട്ട്? ജനങ്ങൾ, ജനത, ഇവിടെയുള്ള ആളുകൾ, ആ ഭരണത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും തിരിച്ച് വോട്ട് കൊടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് യോഗി ആദിത്യനാഥ് രണ്ടാമതും മൂന്നാമതൊക്കെ ആയിട്ട് വരുന്നുണ്ട്, തിരിച്ച് പിന്നെയും പവറിലോട്ട് വരുന്നു? നിങ്ങളല്ലേ പറഞ്ഞു യു പിയിൽ ഇത്രയധികം മുസ്ലിംസുള്ള ഏരിയയിൽ മുഴുവൻ അദ്ദേഹത്തിന് വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് വോട്ട് കിട്ടിയിരിക്കുന്ന അദ്ദേഹം അവിടെ തന്നെ നിന്നുകൊണ്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അപ്പോൾ അവിടെ എവിടെ ഹിന്ദു മുസ്ലിം റൈറ്റ്സ്? പണ്ട് AK ആന്റണി എന്താണ് പറഞ്ഞത്? ബോർഡറിൽ റോഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത്, എങ്കിൽ പിന്നെ പ്രശ്നമില്ല. മണ്ടത്തരാണോ? ബോർഡറിൽ നമുക്ക് എത്രത്തോളം ഈ മൗണ്ടൻസിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോജിസ്റ്റിക് എല്ലാം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന റോഡുകൾ ഉണ്ടെങ്കിൽ യുദ്ധത്തിൻ്റെ സ്പീഡ് കൂടി. പെട്രോൾ, ആംനിഷൻ, റേഷൻ എല്ലാം പെട്ടെന്ന് സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈ റോഡ് വേണം. ആ റോഡ് ഇപ്പം കംപ്ലീറ്റ് ആയി. അപ്പം എന്താ? ചൈന പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ റെഡിയാണ്. നേരെ വെച്ച് ചൈനയ്ക്ക് അവിടുന്ന് അതുവരെക്കെല്ലാം റോഡുണ്ടായിരുന്നു. നമ്മുടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. അതാണ് ഈ ഗവൺമെൻറ് സമ്മതിപ്പിച്ചത്. സമ്മതിപ്പിച്ചല്ല, അവരാണ് പണി തുടങ്ങി.
അപ്പം നിതിൻ ഗഡ്കരി കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതൊക്കെ തന്നെയാണ് ഡെവലപ്മെൻറ്റ്. സുകുമാരൻ നായരുമായിട്ട് എന്താ പ്രശ്നം? കുറെ നാളായിട്ട് സുകുമാരൻ നായരുമായിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ. എനിക്ക് ഒരു പ്രശ്നമില്ല. ശ്രീ സുകുമാരൻ നായർ എന്നുള്ള വ്യക്തി ഒരു സമൂഹത്തിൻ്റെ ലീഡറാണ്. അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ, ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ സ്വന്തം എവിടെ നിങ്ങൾ നേതാക്കന്മാർ എൻ്റെ മകള്, എൻ്റെ മരുമകൻ, എൻ്റെ പേരക്കുട്ടി എന്ന് മാത്രം പറഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സമൂഹ നേതാക്കന്മാരല്ല. അതാണ് മാറ്റിയെടുക്കേണ്ടത്. ഇവിടെ ഉള്ളത് അതേ ഉള്ളൂ. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും, എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യും. ബാക്കി നായന്മാരവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ നായന്മാർ പെൺകുട്ടികളൊക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ മാസ്റ്റേഴ്സോ ആയിട്ട് പോകുന്നവർക്ക് എന്തുകൊണ്ടാണ് കൺസെഷൻ കൊടുക്കുന്നില്ല? ഇതൊന്നും ചെയ്യാതെ എന്ത് ബേസിലാണ് നിങ്ങൾ തന്നെ സെലക്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് 30 വർഷമായിട്ട്? ആ ബൈലോ എവിടെ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ NSSൻ്റെ സെക്രട്ടറി ഞാൻ അറിഞ്ഞത് മൂപ്പർ തന്നെയാണ് ഓഫീസ് പൂട്ടുന്നതും തുറക്കുന്നതും. അത്രയും പോലും വിശ്വാസമില്ല ചെയർ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ സമുദായ നേതാവായിട്ട് വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രശ്നം ഇതേ ഉള്ളൂ. എനിക്ക് ഈ അഹങ്കാരം കാണിക്കുന്നവർ ഇഷ്ടമല്ല. അത് പിണറായി വിജയനാണ്. എൻ്റെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അവിടെ വന്നപ്പോൾ അവിടെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ അഹങ്കാരമല്ലേ ഇത്? നിങ്ങൾക്ക് ഡെമോക്രസി അറിയില്ലേ? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പോയിട്ടില്ല. വൈസ് പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് അവിടെ ഹെലികോപ്റ്റർ അവർ ഇറക്കി. അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആര്? നിങ്ങൾ സമുദായത്തിൻ്റെ നേതാവാണ്, അല്ല നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ളതല്ല ഇത്. നിങ്ങളങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മൂപ്പറിങ്ങനെ പ്ലേസ് ചെയ്യും, മകനെയോ അല്ലെങ്കിൽ മകളെയോ പിടിച്ചിട്ട് സെക്രട്ടറി സ്ഥാനത്ത് കയറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നിങ്ങൾ നേതാവല്ലാതെ ആവുന്നത്, നിങ്ങൾ സ്വാർത്ഥനാവുന്നത്. അവിടെയാണ് നിങ്ങൾ മോദിയുടെ കാര്യം പറയുന്നത്. മോദിക്കുണ്ടല്ലോ റിലേഷൻഷിപ്പ് എല്ലാം. എൻ്റെ ഇവരെ ആരെയും ഒന്നിനെയും അവരൊക്കെ സൈഡിൽ ഫൈനാൻഷ്യലേക്ക് വെൽറ്റഡാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഒരിക്കലും രാജ്യത്തിൻ്റെ സമ്പത്ത് എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നെ സുരേഷ് ഗോപിനെ ഇൻസൾട്ട് ചെയ്തു, മോഹൻലാലിനെ ഇൻസൾട്ട് ചെയ്തു. ഇനി ആരെ ഇൻസൾട്ട് ചെയ്യാറുള്ളത്? എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആരായി അധികാരം തന്നിരിക്കുന്നു? നിങ്ങളൊരു സമുദായ നേതാവാണെങ്കിൽ ആ ആഠ്യത്വം നിലനിർത്തുക. നമ്മൾ പോയി കാലുവിട്ടിട്ട് ഏട്ടാ നമസ്കാരം, ഇത് അങ്ങോട്ട് പോയിട്ട് ഏട്ടാന്ന് വിളിക്കാൻ തോന്നണ്ടേ? ഞാൻ നല്ല തറവാട് മഹിമയുള്ള വ്യക്തി തന്നെയാണ്. കാരണം ഞാൻ ഈ പാരമ്പര്യം ഉണ്ട്. എനിക്ക് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ വെച്ചെങ്കിൽ വലിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കാലുതൊട്ട് അമ്മാമയാണെങ്കിലും അങ്ങനെ പഠിച്ചു വളർന്നുള്ള ആൾക്കാരാണ്. ഇത് ഞാൻ ഏട്ടാന്ന് വിളിക്കാൻ എനിക്ക് തോന്നണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കും. അതല്ലേ പറഞ്ഞു ഞങ്ങളുടെ ഗംഗാരേട്ടനെ. ഞാൻ ആ ഗംഗാരേട്ടൻ പറഞ്ഞ് 40 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് അത് മൂപ്പര് വിറ്റിട്ട് കോറിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അതൊക്കെ പറയുന്ന സമയത്ത് അല്ലാതെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു നല്ല പ്രവൃത്തി ചെയ്യുമോ? അപ്പം ഞാൻ നിങ്ങളെ സുമാരേട്ടാന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ സുമാരൻ നായരെന്ന് തന്നെ വിളിക്കാം. അല്ല അപ്പം എന്ത് ചെയ്യാനാ? നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുമോ? നമ്മുടെ നായന്മാർ പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ? ഇതെല്ലാ സമുദായവും ചെയ്യുന്നു. മുസ്ലിം സമുദായങ്ങൾ അവർ എത്രത്തോളം ഒരു സമുദായത്തിനെ വളർത്തുന്നുണ്ട്. നമ്മുടെ ഇതിനകത്ത് നായന്മാർക്കിതില്ല. മറ്റേ SNDP അത് അപ്പുറത്ത് വേറൊന്നും. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫാമിലി എൻ്റേത്. അത് വരുമ്പോൾ പിന്നെ നമ്മളൊരു പാർട്ട് ഓഫ് ദ സൊസൈറ്റിയാണ്. എന്നെ എല്ലാവരും ഈ ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എനിക്ക് ശത്രുക്കൾ എങ്ങനെയാണ് വരുന്നത്? ഒരു കാര്യമില്ല അങ്ങനെ ഇത് പറയേണ്ടത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അത് ആരെങ്കിലും പറയണ്ടേ? ഇതാരും പറയില്ല. അപ്പം എന്താ ഇവരുടെ വിചാരം ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്. ഇപ്പം ഈ സുമാരനാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അന്നത്തെ ഞാൻ ഈ പറഞ്ഞതിന് എല്ലാം പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ, ഞാനൊന്ന് സൂക്ഷിക്കണ്ടേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് നമുക്ക് പരിഗണിക്കാം. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ അവിടെ ജീവനോടുണ്ടായിട്ട് എനിക്ക് വല്ല ഉപകാരമുണ്ടോ? എൻ്റെ കുടുംബത്തിന് വല്ല ഉപകാരമുണ്ടോ? എൻ്റെ അയലോക്കത്തെ നായന്മാർക്ക് വല്ല ഉപകാരമുണ്ടോ? ഒന്നുമില്ല. വൈ ഷുഡ് യു ബി ബോതേർഡ്? അത് പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഹണ്ട് സീരീസ് വെബ് സീരീസിൽ അത് അതിനെ കുറിച്ച് കണ്ടിട്ടുണ്ടാവല്ലോ. കണ്ടു. അതിൽ എൻ്റെ ക്യാരക്ടർ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് സീരീസ്? ഒരു വിധമൊക്കെ എൻ്റെ ക്യാരക്ടറിനെ ഒരു ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഫുൾ കൊളാക്കി. കാരണം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ കാർത്തികൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് ഹിസ് ഹാർഡ് വർക്കിംഗ് ആയി. നോ,
അവിടെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നത് DIG RV രാജു സാറായിരുന്നു. രാധാ വിനോദ് രാജു, നമ്മുടെ കൊച്ചിക്കാരൻ, ഒരു കൊങ്ങണി സഭയിലുള്ള ആളാണ്. അദ്ദേഹമായിരുന്നു ഫുൾ ടൈം വർക്ക്. അദ്ദേഹത്തിൻ്റെ വൈഫ് അന്നാമ്മ ചേച്ചിക്ക് ക്യാൻസർ ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും 24 hours ഈ മനുഷ്യൻ ഓഫീസിലായിരിക്കും, ഡേ നൈറ്റ്. ഈ മനുഷ്യൻ തോന്നുമ്പോൾ എല്ലാം ആയിട്ട് ഇപ്പം കറങ്ങിയടിച്ചിട്ടൊക്കെ തിരിച്ചു വരുന്നതല്ലാതെ. അപ്പം ആ ഹണ്ടിൽ ആ മനുഷ്യൻ്റെ ക്യാരക്ടറാണ് കൊണ്ടുവന്നിരിക്കുന്നത്, കാർത്തികൻ എന്നുള്ള ആളെ. ഞാൻ വിളിച്ച രാജു സാറിൻ്റെ പേര് അവിടെ കാണുന്നില്ല. കുറച്ച് എൻ്റെ ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ട് AK രവീന്ദ്രൻ കറക്റ്റായിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സിനകത്ത് അതിൽ ഒരു വീടാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ക്ലൈമാക്സ് ഒരു വീടല്ല, 2 വീടായിരുന്നു. ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഓക്യുപ്പൈ ചെയ്തിട്ട് ആണ് ഈ വീടിനെ ഒബ്സർവ് ചെയ്തത്, അതും ഇതിൻ്റെ വെന്റിലേറ്ററിൽ കൂടെ. അപ്പോൾ അന്ന് ഫയറിങ് നടന്ന സമയത്ത് ആദ്യം ഒരു ഈ വെന്റിലേറ്ററിലൊക്കെ അടിച്ചിരിക്കുന്നത്, അപ്പോൾ ചുമരിൽ കാണാനുണ്ട്. അപ്പോൾ ഈ വീട്ടിനകത്ത് വെയിറ്റ് ചെയ്തിരുന്ന ഞങ്ങളെ കുറിച്ചിട്ടുള്ള ആ സീന് മുഴുവൻ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നീട് എൻ്റെ ഒരു കോൺഫ്രണ്ടേഷൻ, അതാണ് മിഷൻ 90-ക്കകത്ത് ആ കറക്റ്റ് കോൺഫ്രണ്ടേഷൻ മമ്മൂക്ക അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കാരണമാണ് അതെല്ലാം ഡിലേ ചെയ്തതെന്നുള്ളത് മുഖത്ത് നോക്കി പറയുന്നൊരു മമ്മൂക്ക ഉണ്ടായിരുന്നു. മമ്മൂക്കയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. ഈ സീരീസിനകത്ത് 3rd degree യൂസ് ചെയ്തു മേജർ രവി എന്ന് പറയുന്നുണ്ട്. ഉണ്ട്. അത് ഒരു സ്ഥലത്ത് നിങ്ങൾ കാണുന്നതല്ല 3rd degree, അവിടെയും എനിക്ക് തോന്നുന്നത് അവർ ആ പില്ലോനാണ് അടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് യെസ്, ഒരു സ്ഥലത്ത് ഒരു കിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കിക്കിൽ നിന്നാണ് എല്ലാം മാറിയിരിക്കുന്നത്. അത് 3rd degree എന്നുള്ള പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരാളെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ കഴുത്തിനൊക്കെ കയറിയും പിടിക്കും, പടാന്ന് പറഞ്ഞുള്ള ഒച്ചയും പടം. അതിനകത്ത് അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഡമ്മിക്ക് വെച്ചിട്ട് അടിച്ചതാണ്. അതാണ് മറ്റവൻ കേട്ടിട്ട് അവൻ ബേജാറായി നല്ലിനെ അടിക്കുക എന്നുള്ളൊരു ഫീലിംഗ് തോന്നി. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ക്രിയേഷനിലാണ് മുരുകൻ 84 പേജുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ മുരുകൻ 4 ദിവസമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് കേസിൻ്റെ ഒരു വഴിത്തിരിവായി. നേരെ വെച്ച് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ കേസ് മുന്നോട്ട് പോവില്ല. അതിനുവേണ്ടി 48 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളന്ന് എൻട്രി ആയിരിക്കുന്നത്. അപ്പം അത് അന്നത്തെ പ്രായം അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ച് നടന്നു. 5 മിനിറ്റിനകത്ത് സംഭവം കിട്ടി. ഒരു കോൺസ്റ്റബിൾ നമ്മുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവൾ നെല്ലിയും വിളിയെ കൂട്ടി. അപ്പം നല്ലിക്ക് ഒരു പിടിയിൽ എന്തിനാണ് വിളി കിടന്ന് കരയുന്നത്. അപ്പോഴത്തേക്ക് അവിടുന്ന് കോൾ യൂസ് ചെയ്തു തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഞാൻ പറയില്ല, ഞാനൊന്നും പറയുന്നില്ല, നിഷേധിക്കാലോ. ഇല്ല, ഞാനത് ചെയ്തില്ല. എല്ലാ സിനിമകളും ആ ഒരു റിയലിസ്റ്റിക് സിനിമകളിലൂടെ പറയാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെയാണോ? അങ്ങനെയാണോ ഒരു സുഖം. കാരണം നമുക്ക് ഇമാജിനേഷൻ ഉണ്ടെങ്കിലും ഞാനത് കണ്ടിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതോ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഉണ്ട്. ഇതാണ് മറ്റുള്ളവരുടെ കഥകൾ എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. കാരണം അവരുടെ മൈൻഡ് സെറ്റുമായിട്ട് നമ്മളങ്ങ് കയറാൻ പോയാൽ അവരുടെ ഇമാജിനേഷനിൽ എവിടെയെങ്കിലും കൈവിട്ട് പോകും. അപ്പോൾ ആ ഫ്ലോ പോകും. അതുകൊണ്ട് നമ്മളൊരു കഥ കിട്ടിയാലും അതിനെ നമ്മുടെ രീതിയിലാക്കും. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഫ്ലോയിൽ പറഞ്ഞു പോകാൻ പറ്റും. റിയലിസ്റ്റിക് ഫിലിംസിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്. ഇപ്പം കഥ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടും പോവാം. അതിൽ വലിയ കടുംപിടുത്തമൊന്നുമില്ല. ഞാൻ ഇന്നത് ചെയ്യുള്ളൂ, ഇന്നത് ചെയ്യില്ല. അതാണിപ്പം പല കഥകളും വരുന്നുണ്ട്. ഇനിയില്ലെങ്കിൽ കഥ എഴുതിയിട്ട് വേറെയുള്ളവർക്കും കൊടുക്കാം. അതും ചെയ്യാൻ തയ്യാറാണ് ഇപ്പം. അങ്ങനെ മടി പിടിക്കുന്ന തോന്നലൊക്കെ വരുമ്പോൾ നമുക്ക് വിചാരിക്കാം എഴുതാൻ ഒന്നിൽ കോൺസെൻട്രേറ്റ്. മടി ഒരു സിനിമാക്കാരനും രാഷ്ട്രീയക്കാരനും പട്ടാളക്കാരനും ഒക്കെ പറ്റിയൊരു വാക്കാണ്. അല്ല, ശരിയായിരിക്കാം. ഇവിടെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയ ജനറലി 2 ബെഗ് അടിച്ചിട്ട് ഈവനിങ്ങിൽ എവിടെയെങ്കിലും കിടന്ന് താരാപുര നടന്നിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് പട്ടാളക്കാരൻ്റെത്, അല്ലേ? പക്ഷെ ഞാൻ അവിടുന്ന് ഒരു സിനിമ ജീവിതം തുടങ്ങി 28 വർഷം അതിൻ്റെ ഉള്ളിൽ കിടന്ന് കുത്തിമറിഞ്ഞ് സക്സസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പിന്നെ കയറിയിട്ട് രാഷ്ട്രീയത്തിൽ അതിലും ഇപ്പോൾ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ആലോചിക്കും, 68 വയസ്സായി, 2 വർഷം കൊണ്ട് കഴിഞ്ഞ് 70. ഇനഫ്. എനിക്കും വേണ്ട ഒരു റിലാക്സേഷനും കുറച്ച് കുടുംബമൊക്കെ ആയിട്ടുള്ളൊരു ജീവിതമൊക്കെ ഇതൊക്കെ മിസ്സായിട്ടുണ്ട് കുറേ. അപ്പോൾ അതൊക്കെ ചിലപ്പം നമുക്കൊന്ന് തിരിച്ചു പിടിക്കണം എന്ന് തോന്നുന്ന സമയത്ത് എൻ്റെ പിള്ളേർ നിങ്ങൾ ചെയ്യും ആ ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ കംഫർട്ടബിളായിട്ട് നമുക്കനുസരിച്ചിട്ടുള്ള ചില പ്രൊജക്റ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യാം. അല്ലാതെ ഇനി ഇവരെ വിളിച്ചുകൊണ്ട് അത് ചെയ്യുന്ന പറഞ്ഞാൽ അതാ പറഞ്ഞത്, അത് വേണ്ട, വയ്യാന്ന് പറഞ്ഞു.
നമ്മൾ ഓരോരുത്തന്നെ എല്ലാം വിളിക്കുന്ന സമയത്തും പണ്ടൊക്കെയാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് വരുന്നു, നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു, പോകുന്നു. ഇപ്പം പ്രൊജക്റ്റുകൾ വരുന്ന സമയത്ത് പോലും അതിനകത്ത് പാറകളും ഇതെല്ലാം കൂടെ വരുമ്പോൾ വേണമെങ്കിൽ മേജർ മോഹിത് ശർമ്മയെ കണ്ടപ്പോൾ ഉള്ള ഒരു അനുഭവം നേരിട്ട് കണ്ടപ്പോൾ ദാറ്റ് ഈസ് ഒരിക്കലും വിചാരിക്കാത്തൊരു പേഴ്സണാലിറ്റി ആയിരുന്നു മോഹിത് എന്നെ കാണാൻ വേണ്ടി വരുന്നതും. ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ എന്നെ അറിയുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല സാർ, സാറ് 51 SAGയിൽ ഇരുന്ന സമയത്ത് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ജവാൻസ് എൻ്റെ ബറ്റാലിയനിലുണ്ടായിരുന്നു. അവന്മാർ സാറിൻ്റെ കഥ പറയും. ഒരു ഭ്രാന്തനായിരുന്നു, ഇങ്ങനെ സാധനമുണ്ട് എന്നൊക്കെ പറയുന്നത്, സാറിൻ്റെ കഥകളൊക്കെ പറയുന്ന സമയത്ത് സാർ അവിടെ ഫൈറ്റ് ചെയ്ത് ഇവിടെ ഫൈറ്റ് ചെയ്ത് കമാൻഡിങ് ഓഫീസറായിട്ട് വഴക്കടിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഇത് തന്നെ ജവാൻസിന് വേണ്ടിയിട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വേറെ പേഴ്സണാലിറ്റി ഹൂം ഐ വാണ്ട് ടു മീറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇരിക്കും. അങ്ങനെ കുറേ സംസാരിച്ചിട്ടും ഞാൻ എൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ പറയാം. ഇവന് ഒരു അക്ഷരം എൻ്റെ ഓപ്പറേഷനെ കുറിച്ച് വേണ്ടിയിട്ടില്ല. ഇവൻ ആ സമയത്ത് പാകിസ്ഥാനിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. 34 പേരെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ക്യാമ്പ് ഇവിടെ അടിച്ച് നിരപ്പാക്കി. ഒരക്ഷരം വേണ്ടിയില്ല ഈ മനുഷ്യൻ. ഞാൻ അത് ചെയ്തു. അതൊക്കെയാണ് ഹീറോ. അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുന്ന മാർച്ച് ഏപ്രിൽ മെയ്യിലെ മറ്റാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബോംബെ അറ്റാക്ക് നടക്കുന്നത്. ബോംബെ അറ്റാക്കിൽ 26/11 കഴിഞ്ഞു. ജനുവരി മാസത്തിലാണ് 2008 ജനുവരിയിൽ ആണ് മോഹിത് മരിക്കുന്നത്. കുപ്വാഡയിൽ എൻകൗണ്ടർ. ഈ കുപ്വാഡയിൽ നിന്ന് എന്നെ കാണാൻ വന്നത്. അപ്പോൾ അവിടെ തന്നെ ജംഗിളിൽ പോസ്റ്റഡായിരുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവൻ്റെ CEO വിളിച്ച്, ജനറൽ വിനു, ഇപ്പം ജനറലായിട്ട് ബാംഗ്ലൂരിലുണ്ട്, കണ്ണൂർക്കാരൻ. അപ്പോൾ വിനു പറഞ്ഞു, സർ മോഹിത് ഇസ് ഗോൺ. വാട്ട് വെൻ? സർ ഡേ ഫോർ യെസ്റ്റർഡേ വി ആർ സ്റ്റിൽ യെറ്റ് ടു റിക്കവർ ദ ബോഡീസ്. അങ്ങനെ അന്ന് രാത്രി വിളിച്ചിരുന്നു, സർ വി റിക്കവർ ദ ബോഡി ബട്ട് വാട്ട് ടു സേ സർ, വി ഗോട്ട് 12 militants അറൗണ്ട് വിത്ത് മി. അതിനപ്പുറത്ത് ഒരു മുസ്ലിം മറ്റേ ഇവിടുത്തെ കശ്മീരി പട്ടാളക്കാരനുണ്ടായിരുന്നു. അവൻ്റെ അടുത്തുണ്ടായിരുന്നു 3-4 മിലിറ്റൻസ്. ഇവൻ്റെ ചുറ്റും 12 എണ്ണമായിരുന്നു ആ ഏരിയ മുഴുവൻ. കംപ്ലീറ്റ് സ്നോ വീണിട്ട് അതിനകത്ത് കിടക്കുകയായിരുന്നു ഈ ബോഡീസ്. ആ വ്യക്തിയുടെ എലിമെൻ്റ് മാത്രമാണ് ദുരന്തറിൽ എടുത്തിരിക്കുന്നത്. ദുരന്തറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ജയിലിൽ കിടക്കുന്നവരെ സെൻറ്റൻസ് ടു ഡെത്തുകാരെ പിടിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് വിട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കീഴ്ചക്രയിൽ 2006 കാണിച്ചിരിക്കുന്നത് എന്താണ്? അഫ്ഗാൻ ജയിലിൽ കിടന്നിരുന്നവന്മാരെ പാകിസ്ഥാൻകാർ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊടുത്തിട്ട് അവന്മാർക്ക് കാശ്മീരിലേക്ക് പറഞ്ഞു വിടുകയാണ്. പറയുന്നത് എന്താണ്? നിനക്കവിടെ തോക്ക് കിട്ടും, പൈസ കിട്ടും, പെണ്ണ് കിട്ടും, പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട. വല്ലപ്പോഴും കൊന്നു കഴിഞ്ഞാൽ അതുവരെയ്ക്ക് നിനക്ക് ലൈഫ് ബോണസായിട്ട് കിട്ടിയെന്നൊക്കെ വിചാരിച്ചേക്കെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കീഴ്ചക്ര തുടങ്ങുന്നത്. ഇതിവിടെ എന്താണ്? ഇത് പറയുകയാണ് പിന്നീട്. ഇങ്ങനെ ഇവിടെ മരിക്കാൻ കിടന്നിരുന്നവന്മാരെ പാകിസ്ഥാനിൽ പോയിട്ട് നീ ഇത് ചെയ്യുന്നത്, അങ്ങനെ അവർ പെട്രിയോട്ടായിട്ട് പോകുന്നതാണെന്നുള്ളതാണ്. അങ്ങനെ ഈ മോഹിതിൻ്റെ ക്യാരക്ടർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മോഹിത് അവിടെ പോയിട്ട് ക്യാമ്പിനകത്ത് കയറി. അതിന് മുന്നേ അവൻ ഫുൾ ആ ഒരു മിലിറ്റന്റ് ക്യാമ്പിനകത്തുള്ള കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് അവൻ ബൈ ഹാർട്ടാക്കി. അതിനനുസരിച്ച് ബോഡി അടക്കം സെറ്റ് ചെയ്ത് അവിടെ പോയി കൂടി. ഇവരുടെ ക്യാമ്പിനകത്തോട്ട് കൂടിയിട്ട് 34 പേരെ 34 പേരെ വന്നു. 34 പേരെ ക്യാമ്പ് മുഴുവൻ അടിച്ച് നടപ്പാക്കി. എന്നിട്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 6 മാസം കഴിഞ്ഞപ്പം മരിക്കുന്നത് ഈ എൻകൗണ്ടറിൽ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഹീ ഈസ് ലക്കി ടു ഡൈ ഇൻ ഹിസ് ഓൺ കൺട്രി. സ്വന്തം രാജ്യത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു അശോക് ചക്ര വിന്നർ മോഹിത് ശർമ്മ എന്നുള്ള വ്യക്തിനെ ഞാൻ 1 മണിക്കൂർ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് വൺ ഓഫ് ദോസ് പ്രൗഡ് മൂമെൻറ്റ്സ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇത്. അല്ലാതെ ഇവിടെ ഇപ്പം ഏതെങ്കിലും വലിയൊരാളെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവനൊക്കെയാണ് വരുന്നത്, എൻ്റെ ജൂനിയറൊക്കെ ആയിരിക്കാം. പക്ഷേ ഹി ഹസ് ഡൺ സംതിങ് ലൈക്ക് ദിസ് വിച്ച് ഐ എൻവി. അവനത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു അസൂയുണ്ട്. എന്നിട്ട് മരിച്ചു പോകാൻ ഉള്ള യോഗം. നേരെ വിളിച്ച് നമ്മൾ മരിച്ചു പോകാൻ പറ്റാതെ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ മരിച്ചു പോകുന്ന എത്രയോ ആൾക്കാർ, എത്രയോ എൻകൗണ്ടർ എന്ന് പറയും. പക്ഷെ ചുറ്റും ആരും ഇല്ല, നമ്മൾ മരിച്ചുപോയി, നമുക്ക് വെടിയും കൊണ്ട്. അതിലൊരു സുഖമില്ല.
അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ കിറ്റിയിൽ എത്ര എന്നുള്ള ആർക്കും അറിയില്ല, എത്ര എണ്ണം നിനക്ക് കൊന്നിട്ടുണ്ടെന്നുള്ളത്. അതൊക്കെയാണ് ശരിക്കുള്ള ഒരു പട്ടാളത്തിൻ്റെ ഒരു കമാൻഡോ എന്നൊക്കെ പറയുന്നത്. മോഹിത് ശർമ്മ നമ്മളൊന്നും ഒന്നുമല്ല അവൻ്റെ മുമ്പിൽ. നമ്മളിപ്പം എത്ര എൻകൗണ്ടറും ഒക്കെ 10, 17, 18 ആളുകളെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് പല എൻകൗണ്ടറായിട്ടാണ്. കുപ്വാടയിൽ എൻ്റെ ചുറ്റും 12 ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്ത് ജസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ ഫൈറ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് വെടികൊണ്ടിട്ടാണ് മരിച്ചിരിക്കുന്നത്. ആടാ ജോക്ക്. അതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ കണ്ട് പഠിക്കേണ്ട കഥകൾ. ചാന്ദ് മൽഹോത്ര പാകിസ്ഥാനീസിനെ ചേസ് ചെയ്ത് പാകിസ്ഥാനിൽ പോയിട്ട് 37 ആളുകളെ കൊന്ന് അവരുടെ ചെവി എറിഞ്ഞുകൊണ്ട് പോകുന്നത്. കാരണം പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ആൾക്കാരെ കൊന്നു പോകുമ്പോൾ. അതാണ് ചാന്ദ് മൽഹോത്ര. അത് സർജിക്കൽ സ്ട്രൈക്കല്ലേ. പക്ഷെ അതെ അതെനിക്കൊന്നും അങ്ങനെ ഔദ്യോഗികമായിട്ടൊന്നും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഷമാമോഹൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചത്. ഇവർ നിങ്ങളുടെ ഗവൺമെൻറ് ഉള്ളപ്പോഴും സർജിക്കൽ സ്ട്രൈക്ക് നടത്തണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അതിനെ പബ്ലിഷ് ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പാകിസ്ഥാനെ ആൻ്റഗണൈസ് ചെയ്യാൻ താല്പര്യമില്ല. അവർ വേദനിക്കരുത്. അതാണ് മോദി ചെയ്തിരിക്കുന്നത്. എന്നെ അടിച്ചെന്ന് നിങ്ങൾ പറയടാന്നുള്ളത് അവിടെ അത് പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹത്തിനൊരു അവാർഡ് പോലും കിട്ടിയില്ല ചാന്ദ് മൽഹോത്രയ്ക്ക്. അവസാനം ഞാൻ ഈ ന്യൂസ് ഇങ്ങനെ പറഞ്ഞത് അവസാനം ഗവൺമെൻറ്റിൻ്റെ മുന്നിലെത്തി. മോദിജി ഇത് കണ്ട് അവിടെ നിന്ന് മസ്കറ്റിലുള്ള ചാന്ദ് മൽഹോത്ര ബെഡ് റിട്ടനായിരുന്നു, അങ്ങനെ ഓൾമോസ്റ്റ് കോമ സ്റ്റേജിൽ നിന്നുമായിരുന്നു. ഇന്ത്യൻ അംബാസിഡർ കമ്മീഷണർ ഒരു ബൊക്കയും ഷാളുമായിട്ട് പോയിട്ട് പറഞ്ഞു, സോറി വി ഡിഡ്ന്റ് റെക്കഗ്നൈസ് യു ആൻഡ് ദിസ് ഈസ് ദ ബൊക്കെ ആൻഡ് ദ ഷാൾ ഫ്രം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞത് കൊടുത്തപ്പം ഇങ്ങനെ കണ്ണും നൊരിട്ട് കണ്ണീര് വീണു. ഷീല ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, രവി നീ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ എങ്ങനെയാണ്? മലയാളിയാണ് ഷീല ചേച്ചി, നമ്മുടെ ശോഭ റിയൽറ്റേഴ്സിൻ്റെ കസിൻ. ചോദിച്ചു, നീ ആ ഒരു റിപ്പോർട്ട് എഴുതിയിട്ട് അത് എത്തിയിട്ടുന്നപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ അവിടെ നിന്ന് ഷാളും ഒക്കെ ആയിട്ട് വന്നു. അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് എടുത്ത് അയച്ചു തന്നു. മൂപ്പരെ കണ്ണ് നിറഞ്ഞു. അതിൻ്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും എന്നെ രാജ്യം അംഗീകരിച്ചല്ലോ എന്നുള്ളതാണ്. താങ്ക് യു. ഇപ്പോഴും ഞാൻ ചേച്ചിയായിട്ട് ടച്ചിലുണ്ട്. അപ്പം അങ്ങനെയുള്ള എത്ര അൺസങ് ഹീറോസ് ഉണ്ടെന്ന്. കണ്ണൻ പട്ടാമ്പി അനിയൻ ഇല്ലാത്തൊരു ഓണം, അമ്മയില്ലാത്തൊരാണ്, അച്ഛനില്ലാത്തൊരു അല്ലല്ലോ. കാരണം ഇപ്പം രക്തബന്ധം എന്നുള്ളത് എല്ലാം പോയി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളുണ്ടാക്കുന്ന രക്തബന്ധം അത് മകൻ എന്നുള്ളതിലും ഓക്കെ. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള രക്തബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ബ്രദർ. ആരുമില്ലാതെ നമ്മൾ മാത്രം ഒറ്റപ്പെട്ടു പോകുന്നൊരു സമയമുണ്ട്. അത് നിർഭാഗ്യപരമായിട്ടുള്ളൊരു പൊസിഷനാണ്. അവസാനമായിട്ട് മരിക്കുക എന്ന് പറയുന്നത് കുറേ ഓർമ്മകൾ ഇങ്ങനെ പോവും. കുറേ സമയം എന്തിനായിരുന്നു ഇത്, എന്തിനായിരുന്നു ഈ ഈഗോ പ്രോബ്ലം, എന്തിനായിരുന്നു ഈ വഴക്കുകൾ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കും. അതൊരു ഓണം തന്നെ ആയിരിക്കും ഇപ്രാവശ്യം വരുന്നത്. കാരണം അങ്ങനെ ഒരു ഓണമായിട്ടില്ല, നമ്മൾ ആഘോഷിക്കാനോ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം പോകും. അനിയൻ്റെ വിയോഗം എന്ന് പറയുന്നത് പലപ്പോഴും ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ തെറി വിളിക്കുകയാണ്. എന്തിനാടാ അത് അയാൾക്കുള്ള തിരക്കി പ്രാന്താക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതെല്ലാം ഇപ്പം നമുക്ക് ആരോടും പറയാനില്ല. നേരെ നാട്ടിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവനെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം അത് ആരോട് പറയും? അതാണ് ഈ റിലേഷൻഷിപ്പ് എല്ലാം കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ പോലും നമ്മൾ മാറ്റി നിർത്തുന്ന ചില ഫ്രണ്ട്ഷിപ്പുണ്ട്. അതാണായാലും പെണ്ണായാലും ശരി. ആ ഫ്രണ്ട്ഷിപ്പിലുള്ള വ്യക്തി പോലും നമ്മളെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയാതെ നമ്മളങ്ങ് താഴ്ന്നിട്ട് അങ്ങ് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതായിരുന്നു എൻ്റെ ഒറിജിനൽ റിലേഷൻഷിപ്പ്. നീ അന്ന് റിയലൈസ് ചെയ്തു. അതുകൊണ്ട് ആ രക്തബന്ധത്തിന് വേണ്ടി, രക്തബന്ധം എന്നുള്ളത് ഒരു ബന്ധം തന്നെയാണ്. അത് കളയാൻ ഏതൊരു ബാഹ്യശക്തികളെ കൊണ്ട് സമ്മതിപ്പിക്കരുത്. കാര്യമില്ല. അവരവരുടെ കാര്യം കഴിഞ്ഞ് അങ്ങ് പോകും. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച്.